ജ്ഞാനത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം മന്ന മന്ന മന്ന
യേശുവിൽ സ്നേഹം എന്ന് പറഞ്ഞവരെ, 4 രീതിയിലാണ് ദൈവത്തിൻ്റെ സൗഖ്യം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഒന്നാമതായി ദൈവത്തിൻ്റെ സൗഖ്യം വചനം വഴി നമ്മളിലേക്ക് വരുന്നു. രണ്ടാമതായി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി കർത്താവിൻ്റെ സൗഖ്യം നമ്മളിലേക്ക് വരുന്നു. മൂന്നാമതായി കർത്താവിൻ്റെ രക്തത്താൽ നാം സൗഖ്യം പ്രാപിക്കുന്നു. നാലാമതായി കർത്താവിൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. യേശുവിൻ്റെ മുറിവ് പാപികൾക്ക് വേണ്ടിയുള്ള മുറിവായതുകൊണ്ടും യേശുവിൻ്റെ മുറിവ് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മുറിവായതുകൊണ്ടും യേശുവിൻ്റെ മുറിവ് പരിശുദ്ധ മുറിവായതുകൊണ്ടും ആ മുറിവിൽ അഭയം പ്രാപിക്കുന്ന, ആ മുറിവിൽ വിശ്വസിക്കുന്ന, ആ മുറിവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ ആ മുറിവിനാൽ തന്നെ സൗഖ്യം പ്രാപിക്കും. യേശുവിൻ്റെ തിരുമുറിവുകൾ നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾ ഉണക്കാൻ പ്രാപ്തമാണ്. യേശുവിൻ്റെ തിരുമുറിവുകൾ നമ്മുടെ ആത്മാവിൻ്റെ മുറിവുകൾ ഉണക്കാൻ പ്രാപ്തമാണ്. യേശുവിൻ്റെ തിരുമുറിവുകൾ നമ്മുടെ ശരീരത്തിൻ്റെ മുറിവുകൾ ഉണക്കാൻ പ്രാപ്തമാണ്. യേശുവിൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് വചനം പറയുകയാണ്. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ഏതെങ്കിലും തരത്തിൽ മുറിവേറ്റതാണെങ്കിൽ, തളർന്നതാണെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ അവശരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശു തീർച്ചയായും ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കും. യേശു അങ്ങനെ സൗഖ്യമാക്കിയ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. യേശുവിൻ്റെ മുറിവിൽ അഭയം പ്രാപിച്ച് യേശുവിൽ വിശ്വസിച്ച് ഉണ്ടായ ഒരു സൗഖ്യം. ഒരു മകൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസറായിട്ട് തിരുവനന്തപുരത്തെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനായിട്ട് പോവുകയാണ്. ജസ്റ്റിൻ അലക്സ് എന്ന് പറയുന്ന ഒരച്ഛൻ്റെ ധ്യാന സെൻ്ററാണ് കഴക്കൂട്ടത്ത്. ഈ മകൻ്റെ ജീവനാഡിയിലാണ് ക്യാൻസർ. ഡോക്ടർമാർ ഉപേക്ഷിച്ച് മരണത്തെ മുന്നിൽ കണ്ട് ഈ മകൻ അവിടെ ആയിരിക്കുമ്പോൾ ആരാധനയുടെ മധ്യേ ആ പുരോഹിതൻ കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയുകയാണ്, ക്യാൻസർ, ജീവനാഡിയിൽ ക്യാൻസറുള്ള മകനെ ഈശോ തൊടുന്നു. ഇവിടെ അപ്പോൾ ആ മകനത് തിരിച്ചറിയാൻ സാധിച്ചില്ല. അന്ന് രാത്രി വൈകിയ വേളയിൽ, രാത്രിയുടെ യാമത്തിൽ ആ മകൻ തിരിച്ചറിഞ്ഞു തൻ്റെ ക്യാൻസർ അപ്രത്യക്ഷമായെന്ന്. ക്യാൻസർ മാത്രമല്ല, അനേകം രോഗികളെ കത്തോലിക്ക സഭയിലെ ആരാധനകളിൽ, വചനവേദികളിൽ, കൗൺസിലിംഗ് മേഖലകളിൽ അനേകർ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ ആരുടെ യോഗ്യതയല്ല, യേശുവിൻ്റെ മുറിവിൻ്റെ യോഗ്യതയാണ്. യേശുവിൻ്റെ മുറിവിന് നമ്മെ സുഖപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ മുറിവുകളെ യേശുവിൻ്റെ മുറിവോട് ചേർത്ത് വയ്ക്കുകയും യേശുവിൻ്റെ മുറിവിൽ നാം വിശ്വസിക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹവും കണക്കിലെടുത്ത് യേശു നമുക്ക് സൗഖ്യം തരും. വീണ്ടും നമുക്ക് മനസ്സിന് സൗഖ്യം വേണം. മനസ്സിന് സൗഖ്യമില്ല എങ്കിൽ നമ്മളിൽ നിരാശ, വിഷാദം, ഭയം, കുറ്റബോധം, ആകുലത,
ഉത്കണ്ഠ, വെറുപ്പ്, സ്വാർത്ഥത ഇവയെല്ലാം നമ്മളെ പിടികൂടും. എന്നാൽ ഇവയിൽ നിന്നെല്ലാം ഒരു മോചനമുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളുമായി കഴിയുന്ന ഒരു മകനോ മകളോ ആണ് നമ്മളെങ്കിൽ യേശുവിനോട് പറയാം, യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവിൻ്റെ മുറിവ് നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്തുന്നത് പോലെ യേശുവിൻ്റെ രക്തം നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തും, നമ്മുടെ ശരീരത്തെ കഴുകും. യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുന്നിടത്തെല്ലാം വലിയ വിടുതലുകൾ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പലയിടത്തും ഞാൻ കാണാനിടയായിട്ടുണ്ട്. മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ രക്തം അനേകം മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേകം കരങ്ങളെ ശുദ്ധീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അനേകം കുടുംബങ്ങളെ വീണ്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൗഖ്യത്തിൻ്റെ ഈ വചനം സ്വീകരിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ പറയാം, യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ കണ്ണുകളെ, എൻ്റെ കാതുകളെ, എൻ്റെ മനസ്സിനെ, എൻ്റെ മനസ്സാക്ഷിയെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ചിന്തയെ, എൻ്റെ ഓർമ്മയെ, എൻ്റെ ഭാവനയെ യേശുവേ അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. അങ്ങനെ പൂർണ്ണമായും കഴുകണമേ. ക്ഷമിക്കാൻ പറ്റാത്ത എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ, പൊറുക്കാൻ പറ്റാത്ത എൻ്റെ മനസ്സിൻ്റെ ബലമില്ലാത്ത അവസ്ഥയെ ഈശോയെ നീ കഴുകണമേ. അങ്ങനെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നത് വഴി മനസ്സ് രൂപാന്തരപ്പെടും, മനസ്സ് നവീകരിക്കപ്പെടും, മനസ്സിൽ ശാന്തതയുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, മനസ്സിൽ പ്രത്യാശയുണ്ടാകും, മനസ്സിൽ ധൈര്യമുണ്ടാകും. അപ്പം നമുക്ക് വിശ്വസിക്കാം, യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പൈശാചിക പീഡ ഉള്ള ഒരു മകന് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണ്. വളരെയേറെ പൈശാചിക പീഡയുടെ നടുവിൽ കഴിയുന്ന ഈ മകൻ്റെ ജീവിതം, ബന്ധിക്കപ്പെട്ട ജീവിതം സ്വതന്ത്രമാക്കപ്പെട്ടത് ആ വിശ്വാസിയായ മകൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് ഈ മകനെ കഴുകണമേ, അങ്ങനെ രക്തം കൊണ്ട് ഈ മകനെ കഴുകണമേ. ഞാൻ എൻ്റെ കണ്ണാൽ കണ്ട സത്യം, ആ സമയം തന്നെ, ആ സെക്കൻഡിൽ തന്നെ കർത്താവ് ആ പിശാചിനാൽ പീഡ അനുഭവിക്കുന്ന മകനെ വിടുവിക്കുന്നത് ഞാൻ കാണാനിടയായി. അനേകം ധ്യാന കേന്ദ്രങ്ങളിൽ, അനേകരുടെ ശുശ്രൂഷയിൽ, അനേകരുടെ ആരാധനയിൽ കർത്താവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഈ രക്തത്തിൻ്റെ ഒരു സാന്നിധ്യം, ഒരത്ഭുതം, അടയാളം സൃഷ്ടിച്ചിട്ടുണ്ടാകും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെയും കഴുകണമേ. തകർന്ന കുടുംബങ്ങൾ, കലഹമുള്ള ഭവനങ്ങൾ, ഭിന്നിച്ചിരിക്കുന്ന ഭാര്യഭർത്താക്കന്മാർ, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, ജഡിക പ്രവണതയിൽ കഴിയുന്നവർ, അശുദ്ധിയുടെ പടുകുഴിയിൽ വീണുപോയവർ, അവരൊക്കെ വീണ്ടെടുക്കാൻ ഈശോയുടെ രക്തം മതിയാതാണ്. നമുക്ക് വിശ്വാസത്തോടെ പറയാം, യേശുവേ അങ്ങയുടെ രക്തം ആ മക്കളുടെ മേൽ ഒഴുക്കണമേ, അങ്ങയുടെ രക്തത്താൽ അവരെ രൂപാന്തരപ്പെടുത്തണമേ, അങ്ങയുടെ രക്തത്താൽ അവരെ ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ രക്തം മതി നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ. യേശുവിൻ്റെ രക്തം മതി നമ്മുടെ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ വരാൻ. യേശുവിൻ്റെ രക്തം മതി നമുക്ക് പ്രത്യാശയിൽ ജീവിക്കാൻ. യേശുവിൻ്റെ രക്തം മതി എല്ലാ വിധത്തിലുമുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമാക്കപ്പെടാൻ. അതുകൊണ്ട് അനുദിനം നാം സ്വീകരിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്ന ആ രക്തത്തെ നമ്മൾ പാഴാക്കി കളയരുത്. ആ രക്തത്തെ നമ്മൾ നിഷേധിക്കരുത്. ആ രക്തം നാം അറിയാതെ തന്നെ നമ്മളെ കഴുകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തലത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കഴുകപ്പെടൽ ആവശ്യമെന്ന് തോന്നിയാൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങയുടെ രക്തം ഇപ്പോൾ തന്നെ എൻ്റെ മേൽ ഒഴുക്കണമേ,
എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഒഴുക്കണമേ. എൻ്റെ അസ്ഥികളിലേക്ക് ഒഴുക്കണമേ. എൻ്റെ മാംസത്തിലേക്കും മജ്ജയിലേക്കും ഒഴുക്കണമേ. തീർച്ചയായും കർത്താവ് അവനിൽ വിശ്വസിക്കുന്നത് വഴി, അവനോട് പ്രാർത്ഥിക്കുന്നത് വഴി, അവനിൽ ആശ്രയിക്കുന്നത് വഴി അവൻ നമ്മളെ കഴുകും പ്രിയപ്പെട്ടവരെ. അപ്പോൾ യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വരുന്നു, യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യം വരുന്നു, യേശുവിൻ്റെ വചനത്താൽ സൗഖ്യം വരുന്നു. നമുക്കറിയാം ഇവിടെ സുവിശേഷത്തിലുടനീളം യേശുവിൻ്റെ വചനത്താൽ അനേകം അത്ഭുതങ്ങൾ കണ്ടു. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ, നമ്മുടെ ഈ മന്നാ ശുശ്രൂഷയിലൂടെ തന്നെ എത്രയോ കുടുംബങ്ങളിലാണ്, എത്രയോ വ്യക്തികളാണ് വചനം കേട്ടപ്പോൾ വിടുതലും സൗഖ്യത്തിലേക്കും കടന്നു വന്നത്. അപ്പോൾ ഈശോയുടെ വചനം കേൾക്കുന്നിടത്തൊക്കെയും ഒരു സൗഖ്യമുണ്ട്. വചനത്തിന് സൗഖ്യമാക്കാൻ പറ്റും. നമ്മുടെ ബുദ്ധിയെ വചനത്തിന് സൗഖ്യമാക്കാം. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അവരെയൊക്കെ വചനത്തിന് സൗഖ്യമാക്കാൻ പറ്റും. മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും ആഭിചാരക്കാരെയും ശുദ്രവിദ്യക്കാരെയും വചനത്തിന് മാനസാന്തരപ്പെടുത്താൻ പറ്റും. പാപികളെ വിശുദ്ധീകരിക്കുവാനും വിശുദ്ധരെ പരിപൂർണരാക്കാനും വചനത്തിന് പറ്റും. അപ്പോൾ വചനം സൗഖ്യമാണ്. ഇവിടെ വചനത്തിലൂടെ, വചനം എഴുതിയത് വഴി സൗഖ്യം പ്രാപിച്ചവരുണ്ട്, വചനം വായിച്ച് സൗഖ്യം പ്രാപിച്ചവരുണ്ട്, വചനം പ്രഘോഷിക്കുന്ന കേട്ടത് വഴി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വചനം ഇതുവരെ ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങയുടെ വചനത്താൽ എന്നെ സ്പർശിക്കണമേ, എന്നെ സ്പർശിക്കണമേ. അങ്ങയുടെ വചനത്താൽ എൻ്റെ മനസ്സിനെ ഇപ്പോൾ സ്പർശിക്കണമേ. അങ്ങയുടെ വചനത്താൽ എൻ്റെ ആത്മാവിനെ ഇപ്പോൾ സ്പർശിക്കണമേ. അങ്ങയുടെ വചനത്താൽ എൻ്റെ അസ്ഥികളെ ഇപ്പോൾ സ്പർശിക്കണമേ. അങ്ങയുടെ വചനത്താൽ എൻ്റെ ചിന്തകളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇനി പലർക്കും വചനം വായിച്ചാൽ ഒന്നും മനസ്സിലാകാത്തവരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത വചനം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള കൃപ തരും. അതുകൊണ്ട് വചനത്തിൽ സൗഖ്യമുണ്ട്, വചനത്തിൽ വിടുതലുണ്ട്, വചനത്തിൽ വിശുദ്ധീകരണമുണ്ട്, വചനത്തിൽ വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മളെ സുഖപ്പെടുത്തുന്നു, യേശുവിൻ്റെ മുറിവ് നമ്മെ സുഖപ്പെടുത്തുന്നു, യേശുവിൻ്റെ വചനം നമ്മെ സുഖപ്പെടുത്തുന്നു, ഒപ്പം യേശുവിൻ്റെ നാമം നമ്മെ സുഖപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമം നമുക്കറിയാം, അനേകരുടെ ജീവിതത്തിൽ, കോടാനുകോടി മക്കളുടെ ജീവിതത്തിൽ യേശുവേ എന്ന് വിളിച്ചപ്പോൾ, യേശുവേ എന്ന് വിളിക്കാൻ ആഗ്രഹിച്ചപ്പോൾ, യേശുവേ എന്ന് വിളിപ്പിച്ചപ്പോൾ അനേകരുടെ ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്, അനേകം ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജീവിതം ഇതുവരെ ഒരു മാറ്റമില്ല എത്തതാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ ആകുലരാകേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നിങ്ങൾ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിക്കുക. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അദൃശ്യവും ദൃശ്യവുമായ സകലതും മുട്ടുമടക്കുന്നില്ലേ? യേശുവിൻ്റെ നാമത്തിൽ സകലതും രൂപാന്തരപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ സകലതും പുനരുദ്ധരിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ സകലരും സമാധാനം കണ്ടെത്തും. യേശുവിൻ്റെ നാമത്തിൽ സന്തോഷം പൂർണ്ണമായും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം കൊണ്ടുവരും. ആ സൗഖ്യം നമ്മുടെ ബുദ്ധിക്ക് അതീതമായിരിക്കും. ആ സൗഖ്യം നമ്മുടെ ചിന്തകൾക്ക് അതീതമായിരിക്കും. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, യേശുവേ നീ എന്നെ സുഖപ്പെടുത്തണമേ. വലിയൊരു സൗഖ്യം ഈശോ നമുക്ക് വെച്ചിട്ടുണ്ട്. നിരാശയിൽ നിന്നും, ഈ ലോക ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ നിന്നും, ചില ദുശ്ശീലങ്ങളിൽ നിന്നും, ചില തഴക്കദോഷങ്ങളിൽ നിന്നും, ചില ആവർത്തന പാപങ്ങളിൽ നിന്നും യേശു നമ്മെ സുഖപ്പെടുത്തും പ്രിയപ്പെട്ടവരെ. അപ്പോൾ യേശുവിൻ്റെ സൗഖ്യം, വചനം വഴിയുള്ള സൗഖ്യം, നാമം വഴിയുള്ള സൗഖ്യം, രക്തം വഴിയുള്ള സൗഖ്യം, മുറിവ് വഴിയുള്ള സൗഖ്യം, അത് പ്രാപിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. യേശുവിൻ്റെ നാമം വിളിച്ച് അനേകര് ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് നാം കണ്ടതാണ്, കേട്ടതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അനേകം തകർന്ന ജീവിതങ്ങൾ, ആത്മഹത്യയുടെ വക്കിൽ നിന്ന ജീവിതങ്ങൾ,
വഴി അടഞ്ഞുപോയ ജീവിതങ്ങൾ, ഇനി എങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ജീവിതങ്ങളിൽ യേശുവിൻ്റെ നാമം വരികയും അവരെ അത്ഭുതകരമായി രക്ഷിക്കുകയും ചെയ്തത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ നാമം പാപിയെ ശുദ്ധനാക്കുകയും രോഗിയെ സൗഖ്യമുള്ളവനാക്കുകയും വിശുദ്ധരെ പരിപൂർണനാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ആ നാമത്തെ മുറുകെ പിടിക്കാം, ആ നാമത്തിൽ ആശ്രയിക്കാം. ആ നാമം ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൽ നമുക്ക് തീക്ഷ്ണതയുള്ളവരാകാം. ഒരു വലിയ സൗഖ്യാനുഭവം യേശു നമുക്ക് നൽകട്ടെ. അവൻ്റെ മുറിവിനാലാണ്, അവൻ്റെ രക്തത്താലാണ്, അവൻ്റെ വചനത്താലാണ്, അവൻ്റെ നാമത്താലാണ് സഹോദര നമുക്ക് സൗഖ്യം, സഹോദരി നമുക്ക് സൗഖ്യം ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്നവർ അവൻ്റെ മുറിവിൽ വിശ്വസിക്കണം, അവൻ്റെ രക്തത്തിലും വിശ്വസിക്കണം, അവൻ്റെ നാമത്തിലും വിശ്വസിക്കണം, അവൻ്റെ വചനങ്ങളിലും വിശ്വസിക്കണം. അതുവഴി പൂർണ്ണമായ ഒരു സൗഖ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. എവിടെയൊക്കെയാണ്? നമ്മുടെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും സൗഖ്യം തരും. ഏതൊക്കെ മേഖലയിലാണോ സൗഖ്യം ആവശ്യമായത്, ഇന്ന് ഏതൊക്കെ മേഖലയിലാണ് നിനക്ക് സൗഖ്യം ആവശ്യമായത്, ആ മേഖലയിലേക്ക് ഈശോ കടന്നു വരികയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും ഇപ്പോൾ സ്പർശിക്കട്ടെ. ഈശോയെ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, ഈ മക്കളുടെ മേലെ അങ്ങയുടെ സൗഖ്യം കടന്നു വരട്ടെ, അങ്ങയുടെ ആത്മാവ് കടന്നു വരട്ടെ, അങ്ങയുടെ ജീവൻ കടന്നു വരട്ടെ. അങ്ങയുടെ രക്തത്താലും വചനത്താലും നാമത്താലും മുറിവിനാലും ഈ മക്കളെ മുദ്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.